കടലിലെ തിരച്ചിൽ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യയുമായി ഫിഷറീസ് വകുപ്പ്. ഇതിന്റെ ഭാഗമായി വിഴിഞ്ഞം IBയിൽ അണ്ടർ വാട്ടർ ഡ്രോണിന്റെയും എയർ ഡ്രോണിന്റെയും പ്രവർത്തന പ്രദർശനം നടന്നു. മന്ത്രി അബ്ദുൽ ഗഫൂർ സ്ക്രീനിലൂടെ ഡ്രോണിന്റെ പ്രവർത്തനം നേരിൽ കണ്ടു. സാധ്യതകൾ വിശദമായി പഠിച്ച ശേഷം സംവിധാനം വിജയകരമാണെന്ന് കണ്ടെത്തിയാൽ നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. 500 മീറ്റർ വരെ ആഴത്തിലും 200 മീറ്റർ ചുറ്റളവിലും തിരച്ചിൽ നടത്താൻ കഴിയുന്നതാണ് അണ്ടർ വാട്ടർ ഡ്രോൺ. 138 കിലോഗ്രാം വരെ ഭാരമുയർത്താനും തുടർച്ചയായി 8 മണിക്കൂർ കടലിനടിയിൽ പരിശോധന നടത്താനും ഈ സംവിധാനത്തിന് സാധിക്കും. കടലിനടിയിൽ തടസ്സങ്ങൾ ഉണ്ടായാൽ സ്വയം മാറിപ്പോകാനും 5 കിലോമീറ്റർ അകലെ വരെ കരയിലിരുന്ന് നിയന്ത്രിക്കാനും ഇതിന് സാധിക്കും. ജർമ്മൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഡ്രോൺ നിർമ്മിച്ചിരിക്കുന്നത്. രാത്രിയിലും കലങ്ങിയ ജലത്തിലും AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ മനുഷ്യർ, വള്ളങ്ങൾ തുടങ്ങിയ വസ്തുക്കളെ തിരിച്ചറിയാനും ഡ്രോണിന് കഴിയും. രാത്രിയിലും കലങ്ങിയ ജലത്തിലും AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ മനുഷ്യർ, വള്ളങ്ങൾ തുടങ്ങിയ വസ്തുക്കളെ തിരിച്ചറിയാനും ഡ്രോണിന് സാധിക്കും. കടൽ ജലത്തിലെ നിറവ്യത്യാസം, നീരൊഴുക്ക്, സാന്ദ്രത, കൂടുതൽ മത്സ്യലഭ്യതയുള്ള മേഖലകൾ തുടങ്ങിയ വിവരങ്ങൾ എയർ ഡ്രോൺ വഴി കണ്ടെത്താം. 40 മിനിറ്റിനുള്ളിൽ 7 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം പരിശോധിക്കാനും സംവിധാനത്തിന് കഴിയും. ദേശീയ സമുദ്ര സാങ്കേതിക വിദ്യാ പഠന കേന്ദ്രമായ NIOTക്ക് സാങ്കേതിക ഉപകരണങ്ങൾ ലഭ്യമാക്കുന്ന മലേഷ്യ ആസ്ഥാനമായ സ്വകാര്യ കമ്പനിയുടെ അധികൃതരാണ് പ്രദർശനം നടത്തിയത്. M. വിൻസെന്റ് MLA, തീരദേശ വികസന കോർപ്പറേഷൻ MD ഷേഖ് പരീദ്, ഫിഷറീസ് ഡയറക്ടർ ചെൽസാസിനി തുടങ്ങിയവർ പങ്കെടുത്തു. അതേസമയം കടൽ രക്ഷാപ്രവർത്തനത്തിനായി വിഴിഞ്ഞത്ത് ആധുനിക ബോട്ട് ലഭ്യമാക്കുമെന്നും മന്ത്രി അബ്ദുൽ ഗഫൂർ പറഞ്ഞു. നിലവിലെ രക്ഷാബോട്ടിന്റെ പരിമിതികൾ കണക്കിലെടുത്താണ് പുതിയ സംവിധാനം ഒരുക്കാനുള്ള ശ്രമം. കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളിയെ കണ്ടെത്താൻ പരമാവധി ശ്രമം തുടരുകയാണെന്നും ദിവസങ്ങളായി നടക്കുന്ന തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണെന്നും മന്ത്രി അറിയിച്ചു. കടൽ രക്ഷാപ്രവർത്തനത്തിലും മത്സ്യബന്ധന മേഖലയിലും സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഡ്രോൺ സംവിധാനത്തിന്റെ സാധ്യതാ പഠനത്തിന് ശേഷമായിരിക്കും അന്തിമ തീരുമാനം. GTV ന്യൂസ്, വിഴിഞ്ഞം.